സുധിച്ചേട്ടാ ഞാൻ വന്നു. ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വന്നപ്പോൾ തന്നെ രേണു സുധി പെട്ടിയും ബാഗും പിന്നെ എല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് വന്നത്. അത് കൊണ്ടുവന്നത് സുധിച്ചേട്ടന്റെ പെട്ടിയാണ്. ഞാൻ വിചാരിച്ച ആ പെർഫ്യൂമും പിന്നെ ഷർട്ടും ചോരപുരണ്ട ബാഗും എല്ലാം കൂടെ എടുത്ത് വെക്കുമായിരിക്കും എന്ന് കരുതി. പക്ഷെ അതൊന്നുമില്ല. സുധിച്ചേട്ടൻ എവിടെ പോകുമ്പോഴും കൊണ്ടുവന്ന് പെട്ടി എടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനോട്ട് വന്നിട്ടുള്ളത്. പോരാത്തതിന് കയറിയപ്പോൾ തന്നെ പെരപ്പുറത്തേക്ക് നോക്കിയിട്ട് സുധിച്ചേട്ടനെ വിളിച്ചിട്ടാണ് കയറിയത്. എന്താവുന്നുള്ള കാര്യം തമ്പുരാൻ അറിയാം. എന്തായാലും അകത്ത് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലായി. ഒരാൾക്ക് പോലും പരിചയപ്പെടേണ്ട സാഹചര്യം വന്നിട്ടില്ല. രേണു 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 എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇനി ആ വീടിനകത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുള്ള കാര്യം, സുധിച്ചേട്ടന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുള്ള കാര്യം, പുള്ളിക്കാരന്റെ പേരിൽ പുള്ളി ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല. സുധിച്ചേട്ടന്റെ പേരിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അഭിനയിക്കുന്നത് സുധിച്ചേട്ടന് വേണ്ടി, വസ്ത്രധാരണം സുധിച്ചേട്ടന് വേണ്ടി, ബിഗ് ബോസ് സുധിച്ചേട്ടന് വേണ്ടി, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ്. സോ പുള്ളിക്കാരിക്ക് വേണ്ടി പുള്ളിക്കാരി ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് എല്ലാവരും നോട്ട് ചെയ്യണം. ഈ ആദില നൂറ ഇവരെ ബിഗ് ബോസിന്റെ പുറത്തുള്ള സമയത്ത് തന്നെ യൂട്യൂബിനകത്ത് പ്രതീക്ഷാണോ നിന്റെ ഭർത്താവ് എന്നൊക്കെ ചോദിച്ച് രേണുവിനെ നന്നായിട്ട് വലിച്ചു കീറിയിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് രേണുവിന് കൈ കിട്ടുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആദില നൂറ കപ്പിൾസ്, രേണു സുധി എന്ന് പറയുന്ന സ്ത്രീക്ക് നല്ലൊരു വെല്ലുവിളിയായിരിക്കും. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നിരുന്നാലും അനുമോള് വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നില്ല. ശാരീരിക ചിലപ്പം ഡ്രാമയ്ക്കും വോട്ടിനും വേണ്ടി മാത്രം ചില ഇഷ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അവർ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച സംഭവങ്ങൾ. ഹൗസിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ലാലേട്ടനും കളിയാക്കി വിട്ടിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ നിന്റെ കൂടെ റീൽ എടുത്തിട്ട് എനിക്ക് ഫേമസ് ആവുന്ന നമ്മുടെ മുൻഷിക്കകത്ത് അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരനെ ഒന്ന് ട്രോളിയിട്ടാണ് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് അതിനകത്ത് നല്ല ട്രോളും റോസ്റ്റിംഗും കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഇന്ന് ബിഗ് ബോസിന്റെ എപ്പിസോഡ് നമ്പർ 1 റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് അങ്ങനെ വന്നിരിക്കുകയാണ്. ലിപ്സ്റ്റിക് ഇല്ല, നോ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പച്ചയായിട്ടിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയ്ക്ക് അകത്തോട്ട് പോവാം. ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ 1. ഇന്നലെ ഒരുപാട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ആറ്റിറ്റ്യൂഡ്, സംസാരം, കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. പിന്നെ ലാലേട്ടന്റെ കോസ്റ്റ്യൂംസ്, ബിഗ് ബോസ് ഹൗസ്, അതിലെ പണിപ്പുര, അവരുടെ ഇൻട്രോ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറാക്കി തന്നെയാണ്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് 7 എന്തായാലും 7ന്റെ പണി ആകും എന്നുള്ളത് വിശ്വസിക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് കണ്ടസ്റ്റൻസ് കളി തുടങ്ങിയാൽ അറിയാം ബിഗ് ബോസ് ഹൗസ് കത്തുമോ നനയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നലത്തെ പ്രമോ കണ്ടിട്ട് ഇന്ന് നല്ലൊരു അടി പൊട്ടാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. എല്ലാം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ബിഗ് ബോസിനകത്ത് 7ന്റെ പണിയാണ് ലാലേട്ടൻ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് മറുനാടനും ഫിറോസിനും ബിഷപ്പിനും 14ന്റെ പണി കൊടുത്തിട്ടാണ് രേണു സുധി ബിഗ് ബോസിനകത്തോട്ട് പോയത് എന്നുള്ള കാര്യം ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ എപ്പിസോഡ് ഇന്നലെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഒരു ഇൻട്രോ വീഡിയോ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രേണു സുധിയും അവരുടെ ഇൻട്രോ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേച്ചിയുടെ വാടക വീടാണ്. ബിഷപ്പ് കൊടുത്ത സ്ഥലത്ത് ഫിറോസ് വെച്ച വീട്, മറുനാടൻ പണിത മതിൽ, ഇതൊന്നും ഉൾപ്പെടാതെ ചേച്ചിയുടെ വാടക വീട്ടിൽ പോയി ഇരുന്നിട്ടാണ് പുള്ളിക്കാരി ഇൻട്രോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാഴ്ച ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഒരാഴ്ച ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുന്നതിന്റെ പിന്നിൽ നിഗൂഢത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ അവിടെ താമസിക്കാതെ ഒരാഴ്ചയായിട്ട് ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും ഒപ്പം തന്നെ ബിഗ് ബോസിന്റെ എൻട്രി ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് ഒരാഴ്ച താമസത്തിന് വേണ്ടി പോയിട്ടുള്ളത്. ഇപ്പം എന്തായി, രേണു സുധി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. രേണു സുധിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ആളുകളുടെ മനസ്സിൽ ചിലപ്പം അതായിരിക്കും പുള്ളിക്കാരിയുടെ വീടായിട്ട് കാണുക. പുള്ളിക്കാരിന്റെ സങ്കടം, വിഷമം കാര്യങ്ങളൊക്കെ ആ വീട്ടിലൂടെ അവർ കാണും. അത് ചേച്ചിയുടെ വാടക വീടാണ്. ചില ആൾക്കാർ വിചാരിക്കും അയ്യോ ഈ കുട്ടി ഇത്രയും പാവപ്പെട്ട വീട്ടിലാണോ താമസിക്കുന്നത്, ബിഗ് ബോസ് നിന്ന് രക്ഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആ കുട്ടിക്ക് കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക, ആട്ടിത്തുപ്പിവിടുക, അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ഈ വാക്കുകളെല്ലാം കൂടെ ഉരുട്ടിക്കൂട്ടി ഒറ്റ വാക്കാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക, അതാണ് ഇപ്പോൾ ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. കഷ്ടപ്പെട്ട് സ്ഥലം കൊടുത്ത ബിഷപ്പിനും അവിടെ അധ്വാനിച്ച് ആ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസിനും ആ വീട്ടിലോട്ട് അധ്വാനം വഴി മാത്രം ഡൊണേഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ മുഖത്തടിച്ചുകൊണ്ടാണ് ഇന്നലെ ബിഗ് ബോസിലേക്കുള്ള ആ ഒരു എൻട്രി വീഡിയോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ചേച്ചിയുടെ വാടക വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ എന്നെ അതിശയിപ്പിച്ച കാര്യം അതൊന്നുമല്ല. എന്ത് ചെയ്യണമെങ്കിലും കിച്ചുവിന്റെ അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഫിറോസ് ആ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ബോർഡ് മാറ്റിയത്, പിന്നെ മറ്റേ ചോർച്ചേന്റെ കാര്യങ്ങളൊക്കെ കിച്ചുവായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കിച്ചു അഗ്രി ചെയ്യുന്നുണ്ട്, ഫിറോസ് അഗ്രി ചെയ്യുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ടും കിച്ചു രേണുവിന്റെ അധിക്ഷേപിക്കൽ ഒരു പങ്കാളിയായി എന്ന് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി വിഷമം തോന്നി. ആ വീട്ടിൽ ഷൂട്ട് ചെയ്ത സമയത്ത് കിച്ചു ഉണ്ടായിരുന്നു. കിച്ചുനോട് അവിടെ പോകണ്ട, അമ്മേന്റെ കൂടെ ഇരിക്കേണ്ട, ഷൂട്ട് ചെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ വീട്ടിൽ കിച്ചുവിന്റെ റിതപ്പനും വേണ്ടിയിട്ട് വെച്ച് കൊടുത്ത് ആ വീട്ടിൽ വെച്ച് എടുക്കേണ്ട ഒരു ഷോർട്ട് വീഡിയോ കാര്യങ്ങളും ചേച്ചീന്റെ വാടക വീട്ടിൽ പോയി എടുത്തതിൽ കിച്ചും കൂടെ പങ്കാളിയായതിൽ എനിക്ക് ചെറിയൊരു വിഷമം. ചിലപ്പോൾ ആ പയ്യന്റെ സാഹചര്യം ആയിരിക്കാം. എല്ലാവരും പറയുന്നു രേണുവിനെ പേടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കും. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഋതുലിനെ കാണിക്കില്ല എന്നുള്ള പേടി കൊണ്ടാണ്
അറിയില്ല, മേ ബി. പക്ഷെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ രേണു ബിഗ് ബോസ് പോയതുകൊണ്ടാണ്. കിച്ചുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഉള്ളിലും കൂടെ ചെറിയൊരു തെറ്റിദ്ധാരണ ജനിപ്പിച്ച് രേണുവിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വീണേനെ തള്ളി പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളും കൂടെ കണ്ട സമയത്ത് എനിക്കത് വ്യക്തമായി. പക്ഷേ ഇത് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരും ചതിക്കുന്ന പോലെ ആയിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇതിനുമ്പോൾ ഒരു ഹോം ടൂർ ചെയ്ത സമയത്ത് രേണുസുധീയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കണ്ട് രേണുസുധീനെ പോരായ്മകൾ പറഞ്ഞ പല കമൻറ്റുകളിലും കിച്ചു ലൈക്ക് വെച്ചിട്ട് എന്താണ് ശരിയാണ് എന്നുള്ളൊരു പ്രസ്താവന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ട സമയത്ത് രേണുസുധി കിച്ചുവിനെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ആളുകൾ ഒരുപാട് പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, വ്യൂസിൻ്റെ എണ്ണം കൂടുന്നു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പയ്യനെ സംഭവിച്ചു. പക്ഷേ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് പെട്ടെന്ന് വീണയെ തള്ളി പറഞ്ഞ് രേണുസുധി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇനി എങ്ങനെയൊക്കെ രംഗത്ത് വരും എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ ആ പയ്യനെ കുറ്റം പറയുന്നില്ല, അവൻ്റെ സാഹചര്യം അവസ്ഥ അതായിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. പിന്നെ നമ്മൾ ഒരു വീഡിയോ മറുനാടിനെതിരെ ചെയ്തൊരു വീഡിയോ റിമൂവ് ആയി പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മറുനാടൻ സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ടാണ്. സ്ട്രൈക്ക് കൊടുത്തത് നന്നായി എന്ന് പറയുന്ന ഒരുപാട് പേര് യൂട്യൂബേഴ്സിനെ കണ്ടു. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. ഒരു 3-4 സ്ട്രൈക്ക് കൊടുത്താൽ ഞാൻ ചാനൽ കൂട്ടിപ്പോകും. നമ്മളെല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും ഫെയർ യൂസ് പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് മറ്റൊരാളുടെ വീഡിയോ ക്ലിപ്സോ ഇമേജസോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം? അവിടെ യൂട്യൂബ് തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോളിസിക്കകത്തുകൊണ്ട് യൂസ് ചെയ്യാമെന്നൊരു പോളിസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് തന്നെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് സ്ട്രൈക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ കൊടുത്തതും കൊടുക്കാത്തതും അവരുടെ ഇഷ്ടം. നമുക്ക് എപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല. സോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്.